നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്നലെ ഞാനൊരു സിംഗിൾ പെറ്റൽ വൈറ്റ് കാണിച്ചു തന്നിരുന്നു. അത് മുട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ സിംഗിൾ പെറ്റൽ വൈറ്റ് എന്നുള്ള രീതിയിൽ സിംഗിൾ പെറ്റൽ വൈറ്റും ഒരു കളർ ചേഞ്ചിങ് വെറൈറ്റിയാണ് കാണിച്ചു തന്നത്. ഇതിൽ ഞാൻ സിംഗിൾ പെറ്റൽ വൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മോഡൽ കാണിച്ചത് കേട്ടോ. ഇന്ന് അതിൻ്റെ കളർ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സിംഗിൾ പെറ്റൽ വൈറ്റിൻ്റെ പൂവിൻ്റെ സൈഡെല്ലാം റോസ് കളറിൽ ഇത് കാണുന്നുണ്ടാവും. റോസ് കളറിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ചെറിയ റോസ് പിങ്ക് ഷെയ്ഡുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ കാണാം നിങ്ങൾക്ക് ചെറിയ റോസ് പിങ്ക് ഷെയ്ഡുകൾ. ഇനി നാളെയും ഇതിൻ്റെ അപ്ഡേറ്റ് ഇട്ട് തരാം. ഓരോ ദിവസം കഴിയും തോറും ഈ കളറ് ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ ഈ ചെടികളാണ് നമ്മൾ ഒരു സമയത്ത് ഇവിടെ അധികം വന്നപ്പോൾ, സിംഗിൾ പെറ്റൽ അധികം വന്നപ്പോൾ ഞാൻ 60-70 രൂപയ്ക്ക് കൊടുത്തിരുന്നത്. ഇപ്പോഴും ആ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വിളിക്കുകയാണ്. കാരണം അന്ന് ഗ്രാഫ്റ്റിങ്ങിന് നഴ്സറിക്കാർ കൊണ്ടുത്തന്നതും നമ്മളതും ചെടികളെല്ലാം ഒന്നിച്ച് ഫ്ലവർ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ഇവിടുന്ന് സൗകര്യത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം കുറച്ച് ചെടികൾ അങ്ങനെ കൊടുത്തതാണ്. ഈ ചെടി കളർ ചേഞ്ചിങ് വെറൈറ്റി ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ അത് ഡിസംബറിൽ നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇങ്ങനത്തെ ഇനി നാളെ ഇതിൻ്റെ അപ്ഡേറ്റ് ഇതിങ്ങനെ പിങ്ക് ഇങ്ങനെ കൂടി വന്ന് ഇങ്ങനെ കളർ ചേഞ്ച് ആയി വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെടികൾ വേണമെന്നുള്ള ആളുകൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ആ സമയത്ത് ഞാൻ മെസ്സേജ് ഇടാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു കളർ ചേഞ്ചിങ് വെറൈറ്റി ഇതെനിക്ക് ഞാൻ പറഞ്ഞത് കിട്ടിയത് നമ്മളുടെ ഇവിടെ ഉള്ള നാടൻ ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഹൈബ്രിഡ് ചെടികൾ, അതായത് മൾട്ടി പെറ്റൽ പുറത്തുനിന്ന് വന്ന ചെടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിലെല്ലാം ക്രോസ് പോളിനേഷൻ നടക്കുമ്പോൾ വിത്ത് മുളച്ച് വരുമ്പോൾ ഏത് കളറാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ പെറ്റൽസ് വ്യത്യാസമുള്ളതുണ്ട്. ഇവിടെ തന്നെ സിംഗിൾ പെറ്റലേ ഇവിടെ വന്ന് നോക്കിയ ആളുകൾക്കറിയാം. റോസ് എന്ന് പറഞ്ഞത് എല്ലാം ഒരേ റോസ് വെറൈറ്റി അല്ല, ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കളർ ചേഞ്ചിങ് വെറൈറ്റികൾ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.